എന്താ മോനെ വിഷമിച്ചിരിക്കുന്നത്? ഈ ലിസ്റ്റിലും എൻ്റെ പേരില്ലമ്മേ. ജോലി കിട്ടുമെന്ന് തോന്നുന്നില്ല. സാരമില്ലടാ, നമ്മളിനി എന്ത് ചെയ്യും? എനിക്കറിയത്തില്ലമ്മേ. സാരമില്ല കേട്ടോ, സാരമില്ലടാ. എത്ര വർഷം കൊണ്ട് കാത്തിരിക്കുന്ന ലിസ്റ്റായ ഏട്ടാ ഇത്? പരീക്ഷ, വെരിഫിക്കേഷൻ എല്ലാം കഴിഞ്ഞിട്ടും ജോലി മാത്രമായിട്ടില്ല. ഇനി എന്ത് ചെയ്യും അമ്മേ നമ്മൾ? സാരമില്ലടാ, എല്ലാം ശരിയാവും. വാ വല്ലതും കഴിക്കാൻ, രാവിലെ തൊട്ട് വിശന്നിരിക്കുകയല്ലേ. അമ്മ ഒരു കോൾ വരണേ, ഞാൻ നോക്കിയിട്ട് വരാം. ആ ശരിയടാ, ഓക്കേടാ. വന്നിട്ട് ഒത്തിരി നേരം ആയോ? ഇല്ല, കുറച്ചു നേരം ആയിട്ടുള്ളൂ. എന്താ പെട്ടെന്ന് കാണണമെന്ന് പറഞ്ഞേ? നീ ലിസ്റ്റിന്റെ കാലാവധി കണ്ടായിരുന്നോ? കണ്ടായിരുന്നു. കഴിയാറായില്ലേ? ആയി. നമ്മൾ നീ എന്തോ ചെയ്യും? എനിക്കറിയത്തില്ലടി. എൻ്റെ ആകെയുള്ളൊരു പ്രതീക്ഷ ഇതായിരുന്നു. ഇനി ഞാൻ വീട്ടിൽ എന്തോ പറയും? നീ കുറച്ചും കൂടെ വെയിറ്റ് ചെയ്യും. ഇവരോ? ഹായ്. ഹായ്. അളിയ, നീ അറിഞ്ഞ ലിസ്റ്റിന്റെ കാലാവധി ചെയ്യാനായി? അറിഞ്ഞടാ, ഇത്രയും കാലമായിട്ട് ഓടിക്കുക, ഇതിലൊന്നും ആയിട്ടില്ല. അതെ, നമുക്കിത് എന്തായാലും പോയി ചോദിക്കണം. എന്നാ നമുക്ക് PSC ഓഫീസിലോട്ട് പോവാം. അപ്പം നമ്മളിപ്പോൾ ലൈവിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് PSC ലിസ്റ്റിന്റെ കാലാവധി അവസാനിച്ച സാഹചര്യത്തിലാണ്. ഇവിടെ ഉദ്യോഗാർത്ഥികൾ പ്രതിഷേധത്തിലാണ്. നമുക്ക് അവരിലേക്ക് പോകാം. എന്താണ് താങ്കൾക്ക് ഇതിനെക്കുറിച്ച് പറയാനുള്ളത്? ഇനി താങ്കൾക്ക് എന്താണ് ഈ കാര്യത്തെക്കുറിച്ച് പറയാനുള്ളത്? ഈ കൂട്ടത്തിൽ വർഷങ്ങളായിട്ട് PSC പഠിക്കുന്ന ആൾക്കാരുണ്ട്. ഇവരുടെ എല്ലാവരുടെയും അതായത് ഏജ് ഓവറായ പല ആൾക്കാരും ഉണ്ട്. അവർക്ക് ഞങ്ങൾക്ക് ഒറ്റ ആവശ്യമേ ഉള്ളൂ, നിയമനത്തിന്റെ കാലാവധി നീട്ടി കിട്ടുക. ഇത് മാത്രമാണ് നമ്മുടെ ആവശ്യം. അവരൊറ്റ ആവശ്യമേ മുന്നിലോട്ട് വെക്കുന്നുള്ളൂ, അവരുടെ കാലാവധി നീട്ടി തരിക എന്നുള്ളത്. ഗവൺമെന്റ് അത് കേട്ട് പ്രവർത്തിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇനി താങ്കൾക്ക് എന്താണ് ഇതിനെക്കുറിച്ച് പറയാനുള്ളത്? നമ്മൾ കുറേ കാലം ഇതിനു വേണ്ടി കഷ്ടപ്പെടും. നമുക്ക് ഇത്രയും കഷ്ടപ്പെട്ട് നമ്മൾ ലിസ്റ്റിൽ വന്നിട്ട് നമുക്ക് ജോലി ഇല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര കഷ്ടപ്പാടാണ്. ഇങ്ങനെയൊക്കെ ആയിക്കഴിഞ്ഞാൽ എങ്ങനെയാണ്? ഇങ്ങനെയൊക്കെ നമുക്ക് ജോലി ഇല്ലെങ്കിൽ നമ്മളെങ്ങനെ മുന്നോട്ട് ജീവിക്കുകയൊക്കെ ചെയ്യും? നമ്മൾ ഒന്നിൽ കൂടുതൽ ആളുകളുടെ പ്രതികരണങ്ങൾ കേട്ടു. ഇതൊക്കെ കേട്ട് കഴിഞ്ഞിട്ടും ഗവൺമെന്റ് തീരുമാനം മാറ്റില്ല എന്നതാണെങ്കിൽ വളരെ കഷ്ടം തന്നെയാണ്. ക്യാമറമാൻ രാജീവിനോടൊപ്പം ഇതില്ല. പ്രിയ PSC ഉദ്യോഗാർത്ഥികളെ, നിങ്ങളോടൊപ്പം എന്നും ഈ സർക്കാർ ഉണ്ടാവും. നിങ്ങളുടെ വിഷമം മനസ്സിലാവുന്നുണ്ട്. തീർച്ചയായും നിയമനങ്ങൾ നടത്തിയിരിക്കും. സർക്കാർ എപ്പോഴെന്ന് പറയുന്നു, നിയമനം ഇതുവരെ ഒന്നും ആയിട്ടില്ലല്ലോ. അത് വിഷയം പരിഗണനയിലുണ്ട്, കമ്മിറ്റിക്ക് കൈമാറിയിട്ടുണ്ട്. സർക്കാരൊന്നും മിണ്ടായില്ലേ ഇപ്പോൾ? സർക്കാർ തീർച്ചയായും ഒരു പരിഹാരം കണ്ടെത്തിയിരിക്കും. നിങ്ങളുടെ വിഷമം മനസ്സിലാക്കുന്നുണ്ട്. തീർച്ചയായും പരിഹാരം കിട്ടിയിരിക്കും. ഓക്കെ, നിങ്ങൾ ആരും വിഷമിക്കേണ്ട. ഇപ്പോൾ നിങ്ങൾ ദേവി ചെയ്ത് മടങ്ങി ചെയ്യും. ഗുഡ് മോർണിംഗ് മാഡം. ഗുഡ് മോർണിംഗ്. ഇരിക്കും. പുറത്തെന്താ ഇത്ര ബഹളം? നിങ്ങളുടെ ആൾക്കാരാണോ വന്ന് പ്രശ്നം ഉണ്ടാക്കുന്നേ? ഞങ്ങളുടെ ആൾക്കാരല്ല മാഡം, ഞങ്ങളെ പോലെ തന്നെ ലിസ്റ്റ് ഉണ്ടായിട്ടും ജോലി കിട്ടാത്ത ആൾക്കാരാണ്. അർഹത ഉണ്ടായിട്ട് നമുക്ക് എന്തുകൊണ്ടാണ് നിയമനം നൽകാത്തത്? പരമായിട്ടുള്ള വിഷയമാണ് മാഡം. ഞങ്ങളുടെ ഈ ഭാവി ഈ ഫയൽ ഒഴുകി പോകും. അങ്ങനെ പറയാൻ വരട്ടെ, നമുക്ക് കൂടുതൽ അന്വേഷിക്കാം. അന്വേഷിച്ച് നിങ്ങളുടെ പ്രശ്നത്തിന് പരിഹാരം നമ്മൾ ഉടനെ കാണുന്നതായിരിക്കും. 10-12 വർഷമായിട്ട് ഇതിന് പുറകെ നടക്കുക. അമ്മയ്ക്കും അച്ഛനൊക്കെ ഒന്നാമത് ഒരുപാട് ബുദ്ധിമുട്ടുണ്ട് നമുക്ക്. നിങ്ങളുടെ കഷ്ടപ്പാടും ബുദ്ധിമുട്ടുകളെല്ലാം ഞങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ട്. അപ്പൊ നമ്മൾ ഇതിനെ കുറിച്ച് വിശദമായിട്ട് മറ്റു ആൾക്കാരുമായിട്ട് സംസാരിച്ച് ഇതിനൊരു എത്രയും പെട്ടെന്ന് പരിഹാരം ഉണ്ടാക്കുന്നതായിരിക്കും. നിങ്ങൾ ധൈര്യമായിട്ടിരിക്കും. നമ്മൾ അങ്ങനെയൊന്നും നിങ്ങളെ വിട്ട് കളയത്തില്ല. ശരി. ഹലോ എടാ, നീ ന്യൂസ് നോക്കിയേ? കണ്ടായിരുന്നോ? പെട്ടെന്ന് നോക്കിയേ. ശരിയടി, ഞാൻ നോക്കിയിട്ട് പറയാം. അമ്മേ,
ഈ ന്യൂസ് കണ്ടായിരുന്നോ? നമ്മുടെ എല്ലാ പ്രശ്നങ്ങളും മാറാൻ പോവാ. PSC ലിസ്റ്റിൻ്റെ കാലാവധി നീട്ടിയെന്ന്. നമ്മുടെ എല്ലാ പ്രശ്നങ്ങളും മാറും. ഇനി നമ്മൾ രക്ഷപ്പെടും അമ്മേ. എല്ലാത്തിനും അതിൻ്റെതായ സമയമുണ്ടടാ. ചേട്ടൻ വിഷമിക്കേണ്ട, പരിശ്രമം ഒരിക്കലും പാഴാവില്ല. അതെ മോളെ, എല്ലാം ശരിയാവും. ഇത്രയും കാലം സസ്പെൻസ് സിനിമ പോലെയായിരുന്നു. ഇപ്പോൾ ഒരു ഹാപ്പി എൻഡിങ് ആണോ? ആടാ, എല്ലാ കാര്യവും ഇങ്ങനെ. നമ്മൾ രക്ഷപ്പെടും. നമ്മുടെ സമരങ്ങളൊന്നും വെറുതെ ആയിട്ടില്ല. നമസ്കാരം. ഇന്ന് തത്സമയം നമ്മളോടൊപ്പമുള്ളത് സാഗർ മുല്ലപ്പറമ്പിൽ സാറും അതോടൊപ്പം തന്നെ നമ്മുടെ PSC ഉദ്യോഗസ്ഥയുമാണ്. നമുക്ക് അവരിലേക്ക് പോകാം. ഈ പുതിയ മാറ്റത്തെക്കുറിച്ച് അവരോട് തന്നെ സംസാരിക്കാം. നമസ്കാരം. നമുക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ തന്നെ നിങ്ങളുടെ ഏവരുടെയും, അതായത് PSC ഉദ്യോഗാർത്ഥികളുടെ ഏവരുടെ ഐക്യവും അതുപോലെ തന്നെ നമ്മുടെ സമരവും കൂട്ടായിട്ടുള്ള ഒരു കഷ്ടപ്പാടിൻ്റെ ഫലമായിട്ടാണ് സർക്കാർ ഇപ്പോൾ ഈ പുതിയ തീരുമാനത്തിലേക്ക് എത്തിയിരിക്കുന്നത്. നമുക്കറിയാം, പ്രായപരിധി PSCയുടെ കാലാവധി പ്രായപരിധി 40ലേക്ക് എത്തിക്കുകയും അതോടൊപ്പം തന്നെ ലിസ്റ്റിൻ്റെ കാലാവധി നീട്ടുകയും ചെയ്തിട്ടുണ്ട്. തീരുമാനത്തിലേക്ക് എത്താൻ അവരുടെ ദൈനംദിനമായിട്ടുള്ള കഷ്ടപ്പാടും ഒക്കെ വളരെ ഒരു വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട്. ഓക്കെ, താങ്ക് യു. വളരെ സന്തോഷമുള്ള ഒരു കാര്യമാണ് ഇപ്പോൾ നടന്നിട്ടുള്ളത്. അപ്പം 40 വയസ്സ് വരെ കാലാവധി നീട്ടിയതിലും ലിസ്റ്റിന്റെ കാലാവധി നീട്ടിയതിലും പ്രായപരിധി ഉയർത്തിയതിലും സന്തോഷമുണ്ട്. സർക്കാരിന്റെ നടപടികളും നിർദ്ദേശങ്ങളും ലഭിച്ചാൽ നമുക്ക് നിയമനം എത്രയും വേഗം നടപ്പിലാക്കാം. എല്ലാവരും അവരുടെ സന്തോഷം പങ്കുവച്ചുകൊണ്ടിരിക്കുകയാണ്. വളരെ നന്ദി. യുവജനങ്ങളുടെ ശബ്ദമുയരുമ്പോൾ ജനാധിപത്യം വിജയിക്കും. സ്വപ്നം കാണുന്നത് തുടരുക, അതുപോലെ പരിശ്രമവും നിർത്താതിരിക്കുക. നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നമ്മുടെ ന്യൂസ് അവർ അവിടെ അവസാനിക്കുന്നു. നന്ദി, നമസ്കാരം.